ക്ഷത്രിയന്മാർക്ക് ഇതൊക്കെ ദാനം ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവരത് നേടിയെടുത്തോളും. അവർ നേടിയെടുത്തോളും. അവർക്കറിയാം എന്താ വേണ്ടത് വെച്ചാൽ അത് നേടാൻ. അതുപോലെ കച്ചവടക്കാർക്ക്, വളരെയധികം സമ്പന്നന്മാരായിട്ടുള്ളവർക്ക് ഇതൊക്കെ ദാനം ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ബ്രാഹ്മണർക്ക്, വിദ്വാൻമാർക്കെന്ന് പറഞ്ഞാൽ പൊതുവെ പഠന പാഠനങ്ങളിൽ, സ്വാധ്യായ പ്രവചനങ്ങളിലും യജ്ഞകർമ്മങ്ങളിലും വ്യാപൃതരായിരിക്കുന്നത് കൊണ്ട് തന്റെ ഭൗതികമായ ആവശ്യങ്ങൾ പൊതുവെ നിർവഹിക്കാനുള്ള ധനസമ്പാദനമോ അല്ലെങ്കിൽ അതിനുള്ള കൗശലമോ പൊതുവെ കാണിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് വിദ്വാൻമാരെ, ജിജ്ഞാസുക്കളെ, വേദജ്ഞരെ സംരക്ഷിക്കേണ്ടത് സമാജത്തിന്റെ കർത്തവ്യമാണ്. അതുകൊണ്ടായിരിക്കണം പ്രാഥമികങ്ങളായ ഇത്തരം ആവശ്യങ്ങളെ എടുത്തു പറയുന്നത്. അപ്പൊ പര്യങ്കം, വിരിപ്പ്, അല്ലെങ്കിൽ ചെറിയ പഞ്ഞിക്കോസടി, അത് കഴിഞ്ഞ് ഉപബർഹണം, തലേണ. അപ്പൊ ആരാണോ ശ്രോത്രിയനായ ദ്വിജേന്ദ്രന് തലേണ ദാനം ചെയ്യണത് ശ്രോത്രിയനായിരിക്കണം. ശ്രോത്രിയ എന്ന് പറഞ്ഞാൽ വിധിപത് അധീത ശ്രുത, വിധിപ്രകാരം ശ്രുതി സ്വായത്തമാക്കിയവനായിരിക്കണം, ഗുരുനാഥനിൽ നിന്ന് പഠിച്ചവനായിരിക്കണം, വേദജ്ഞൻ, വേദം പഠിച്ചവൻ. അപ്പൊ വേദം പഠിച്ചവനായ ഒരു ദ്വിജേന്ദ്രന് ആരാണോ തലയിണ ദാനം ചെയ്യുന്നത് അയാൾ ഒരിക്കലും, അയാൾക്ക് ഉറക്കമില്ലാത്ത ദോഷം വരില്ല. സുഖനിദ്ര എന്നുള്ള അനുഗ്രഹം അയാൾക്ക് എപ്പോഴും കിട്ടും. കാരണം മറ്റേയാൾ ഉറങ്ങുമ്പോൾ ഒക്കെ ഇയാൾക്കും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ആരാണ് ആ ദാനം സ്വീകരിച്ചിട്ടുള്ള ആള് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ അനുഗ്രഹം സ്വാഭാവികമായിട്ട് ഇയാൾക്കും ഉണ്ടാവും. നമ്മൾ ആരുടെയെങ്കിലും ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാ ഉറക്കം ഉണ്ടാവുക? അത് ചിന്തിക്കുക. അതാണ് അതിന് മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോ അങ്ങനെ സർവ്വ ജീവജാലങ്ങൾക്കും ആശ്രയമായിട്ട് അയാൾ തീരുന്നു എന്നാണ്. ആരാണോ ശ്രോത്രിയനായ ബ്രാഹ്മണ ശ്രേഷ്ഠന് തലയിണ ദാനം ചെയ്യുന്നത് അയാൾ സർവേഷാം ആശ്രയോ ഭൂത്വ, അത് വളരെ ശ്രേഷ്ഠമായ ഫലമാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് ആശ്രയമായി തീരുന്നു, എല്ലാവർക്കും ആശ്രയിക്കത്തക്കവനായി തീരുന്നു. അയാളെയാണ് ശാസ്ത്രത്തിൽ ആര്യൻ എന്ന് പറയുന്നത്. ആര്യൻ, മറ്റുള്ളവർക്ക് മുഴുവൻ പ്രാപിക്കാൻ കഴിയുന്ന അഭിഗമ്യനായ ആൾ. അങ്ങനെയുള്ള ശ്രേഷ്ഠനായി ഭവിക്കുന്നു എന്ന് മാത്രമല്ല, ഭുവി സാമ്രാജ്യമശ്നുതേ, ഭൂമിയിൽ സാമ്രാജ്യത്തെ നേടുന്നു. സമ്യക് രാജ്യത്തെ ഇതി സമ്രാട്ട് തസ്യ ഭാവം സാമ്രാജ്യം. നല്ലപോലെ പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു, ലോകം മുഴുവൻ ശോഭിക്കുന്ന അവസ്ഥ അയാൾക്ക് ഉണ്ടാവും എന്നർത്ഥം. എന്ന് മാത്രമല്ല, ശോഭിച്ചിട്ടും എന്താ കാര്യം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, പുനഃസുഖി പുനർഭോഗി പുനർധർമ്മപരായണ, നിരന്തരം സുഖിയായിത്തീരും, ഭോഗിയായിത്തീരും, ധർമ്മപരായണനായിത്തീരും. എത്ര ഭോഗിച്ചാലും തീരാത്ത ഭോഗങ്ങൾ, എത്ര സുഖിച്ചാലും തീരാത്ത സുഖവസ്തുക്കൾ, ഇതെല്ലാം അയാൾക്ക് സംപ്രാപ്തമാകും എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഉപബർഹണ ദാന പുണ്യം പറയുന്നത്. തുടർന്ന് കടം ദാനം ചെയ്യുന്നത്. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ കടം ദാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആകെ പൊല്ലാപ്പാവ് കിട്ടുവോ? കടത്തുനിന്ന് മുക്തരാവാനാണല്ലോ ഇപ്പൊ നമ്മൾ ശ്രമിക്കണത്. അപ്പൊ അവന് കടം ഉണ്ടാക്കി കൊടുക്കുക, ആ അർത്ഥം വയ്യ. കടം എന്ന് പറഞ്ഞാൽ പായ എന്നേ അർത്ഥമുള്ളൂ. പായ നോക്കൂ, താർണം കടം തുയോ ദദ്യാത് കടമന്യഥാപി വാ തത്ര ഛേദേ സ്വയം വിഷ്ണു യത്ര സ്ഥ പരമേശ്വരഃ യഥാ ജലഗതാ ചോർണ ന ജലൈർഭിദ്യതേ ക്വചിത് തഥാ സംസാരഗോ ജന്തു സംസാരേന ച വധ്യതേ ആസനേ ശയനേ സക്ത കടദ സർവദ സുഖീ പ്രശ്രയേ ശ്രയനാർത്ഥായ യോ ദദ്യാത് കടകമ്പളം താവൻ മാത്രേണ മുക്ത സ്യാത് നാത്ര കാര്യ വിചാരണ നിദ്രയാ ഹീയത്തെ ദുഃഖം നിദ്രയാ ഹീയത്തെ ശ്രമഃ സാ നിദ്രാ കടസംസ്ഥസ്യ സുഖം സഞ്ജായത്തെ ധ്രുവം. തുടർന്ന് യാതൊരാളാണോ കടത്തെ ദാനം ചെയ്യുന്നത്, കടം പായ, എങ്ങനെയുള്ള കടം? താർണം കടം. താർണം കടം, പുൽപ്പായ. താർണം ചാൽ പുല്ലുകൊണ്ടുണ്ടാക്കിയത്, തൃണം കൊണ്ടുണ്ടാക്കിയത് താർണം, പുല്ലുകൊണ്ടുണ്ടാക്കിയത്. അപ്പൊ നല്ല പുൽപ്പായ ആരാണോ ദാനം ചെയ്യുന്നത്
അപ്പൊ പുൽപ്പായ മാത്രമേ ദാനം ചെയ്യാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ അഥ അന്യഥാപിവ. ഇനിയിപ്പോ എല്ലാ നാട്ടിലും ഈ താർണം കടം കിട്ടില്ല, എല്ലായിടത്തൊന്നും പുൽപ്പായ ഉണ്ടാവില്ല. അപ്പോ മറ്റേതെങ്കിലും വസ്തു കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പായ, ഇന്നത്തെ ഈ ഉപദ്രവം ഉണ്ടാക്കണ പ്ലാസ്റ്റിക് വേണ്ടാട്ടുവോ? ഈ പ്ലാസ്റ്റിക് പായ വേണ്ട, ബാക്കിയൊക്കെ ആവാം. പുൽപ്പായോ ഇനി ഇനി വേറെ കൈതോലപ്പായോ എന്തെങ്കിലുമൊക്കെ ആവാം. അങ്ങനെയുള്ള പായ ദാനം ചെയ്യുന്ന ആള് അയാൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയാണ്. സ്വയം തത്ര ശേതേ സ്വയം വിഷ്ണു, അവിടെ സാക്ഷാൽ വിഷ്ണു തന്നെ, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാൻ തന്നെ അയാളുടെ കൂടെ സർവാനുഗ്രഹപ്രദാതാവായിട്ട് ശയിക്കുന്നു എന്ന് പറയേണ്ടി വരും. എപ്പോഴും സർവാനുഗ്രഹപ്രദാതാവായി വിഷ്ണു അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നല്ല, ജലജന്തുക്കൾ എപ്രകാരമാണോ ജലത്താൽ ശരീരം ഛേദിക്കപ്പെടാത്തത്, ജലജന്തുക്കളുടെ ശരീരം എപ്രകാരം ജലത്താൽ ഛേദിക്കപ്പെടുന്നില്ലയോ അതുപോലെ ഈ സംസാരത്തിൽ അയാൾക്ക് ഒരു ഉപദ്രവവും സംഭവിക്കുന്നില്ല. ഇപ്പൊ സംസാരത്തിനുള്ളിൽ കഴിയവേ തന്നെ അയാൾ സംസാര ക്ലേശങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇരിപ്പിലും ആസനെ, ഇരിപ്പിലും ശയനെ, കിടപ്പിലും കടതഹ സർവസുഖി, കടത്തെ പ്രദാനം ചെയ്യുന്നവൻ, പായ ദാനം ചെയ്യുന്നവൻ വലിയ സുഖിയായി തീരുന്നു. അപ്പോ ഈ ശ്രോത്രിയനായ ആള് ഈ പായൊന്നും കൈവശാക്കിയിട്ടുണ്ടാവില്ല. പൊതുവെ ഒക്കെ കുശലന്മാര് പായൊക്കെ കിട്ടണ പായ കൊണ്ടുപോയിട്ട് അവനവൻ സുഖമായി പോയി കിടക്കുമ്പോ യജ്ഞവേദിയിലൊക്കെ ശ്രോത്രിയൻ അവസാനം കിടക്കാൻ ഒരു പായ ഇല്ലാതെ കഷ്ടപ്പെടും. അത് പൊതുവെ നമുക്കുള്ള അനുഭവമാണ്. കാരണം പൊതുവെ അന്വേഷിക്കാനും പോയി ചോദിക്കാനും ഉള്ള ഒരു ഭാവമൊന്നും അങ്ങനെ കാണിച്ചു വരില്ല ശ്രോത്രിയന്മാരായ ബ്രാഹ്മണന്മാര്. അപ്പൊ കണ്ടറിഞ്ഞ് പായ കിട്ടിയിട്ടില്ല അല്ലേ, ദാ പുതിയൊരു പായ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്താലുള്ള പുണ്യാണിത്. അല്ലാതെ പായ ഇഷ്ടം പോലുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് പായ കൊടുത്തിട്ട് വൈശാഖ മാസത്തിൽ പായ കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഫലമുണ്ട് അതുകൊണ്ട് ഇതും വെച്ചോളൂ പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് പ്രത്യേകം നമ്മള് ഔചിത്യം ദീക്ഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് അനന്തരം പറയുന്നത് നോക്കൂ, പ്രശ്രയേ ശയനാർത്ഥായ യോ ദദ്യാത് കടകമ്പളം താവൻ മാത്രേണ മുക്ത സ്യാത് നാത്ര കാര്യ വിചാരണ. ആരാണോ യോ ദദ്യാത് കടകമ്പളം, കടകമ്പളം എന്ന് പറഞ്ഞാൽ കടവും കമ്പളവും എന്നർത്ഥം എടുക്കണം. അപ്പൊ ഒരു പായയും ഒന്നിച്ചൊരു കമ്പളിയും, പുതയ്ക്കാനുള്ള കമ്പിളി, ഇത് രണ്ടും ദാനം ചെയ്യുന്നവൻ അതുകൊണ്ട് തന്നെ മുക്തനായി തീരും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമല്ലോ പറഞ്ഞപ്പോ പറയാണ് നാത്ര കാര്യ വിചാരണ. ഇതിൽ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇത് വ്യാസവാക്യമാണ് അല്ലെങ്കിൽ നാരദ വാക്യമാണ്. ഇതിൽ നാത്ര കാര്യ വിചാരണ, ഇതൊരു വിചാരണ ചെയ്യേണ്ട ആവശ്യമില്ല, അതാണ്ട് വിശ്വസിച്ചാൽ മതി എന്നാ പറയണത്. എന്ന് മാത്രമല്ല ദാനം ചെയ്യുന്ന ആൾക്കുള്ള ഫലം പറയാണ്, നിദ്രയാ ഹീയതേ ദുഃഖം. അയാൾക്ക് എന്ത് ദുഃഖമുണ്ടോ ഒരു ഉറക്കം കൊണ്ട് തന്നെ ദുഃഖം ഇല്ലാണ്ടാവും. അതെങ്ങനെയാത്? ഞാൻ അയാൾക്ക് ദാനം ചെയ്താൽ എൻ്റെ ഉറക്കം കൊണ്ട് ദുഃഖം ഇല്ലാണ്ടാവുക? അയാൾ സുഖമായിട്ട് ആ കടത്തിൽ കമ്പളം കൊണ്ട് പുതച്ച് കിടക്കുമ്പോ അതിന്റെ സുഖം എനിക്കാ കിട്ടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ അയാൾ അതിന് സുഖമായിട്ട് ഉറങ്ങുമ്പോ എനിക്കെന്തായി? എൻ്റെ ദുഃഖമൊക്കെ തീർന്നു, എൻ്റെ പരിശ്രമമൊക്കെ തീർന്നു. അന്ന് പകൽ അധ്വാനിച്ചിട്ട് എന്തെല്ലാം ക്ലേശങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഞാൻ കൊടുത്ത ആ പായയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ ഇല്ലാതാവും. അതാണ് പറയണത്. സാ നിദ്ര കട സംസ്ഥസ്യ സുഖം സഞ്ജായത്തെ ധ്രുവം യോ ദദ്യാത് കമ്പളം രാജൻ വൈശാഖേ മാധവാ ആഗമേ അപമൃത്യോ കാലമൃത്യോ മുക്തോർജീവ ജീവതി വൈശതം ദദ്യാത് വസ്ത്രം സൂക്ഷ്മതരം ദ്വിജേന്ദ്രേ ഘർമ്മകർഷിതേ പൂർണ്ണമായു സമാപ്നോതി പരത്ര ച പരാം ഗതിം അന്തസ്താപഹരം ദിവ്യം
കർപ്പൂരം തുതിജാതയേ ദത്വാ മോക്ഷമവാപ്നോതി ദുഃഖശാന്തിം ച വിന്ദതി. യാതൊരാളാണോ, അല്ലയോ രാജാവേ, അംബരീഷ രാജാവിനോട് നാരദ മഹർഷി പറയാണ്, അല്ലയോ രാജാവേ, ആരാണോ വൈശാഖ മാസത്തിന്റെ ഏകദേശം ഒടുവിൽ മാധവത്തിന്റെ ആഗമത്തിൽ, അപ്പോ വൈശാഖത്തിന്റെ ഒടുവിലായിട്ട്, അപ്പൊ വൈശാഖത്തിന്റെ ഒടുവിൽ നാട് പറയുമ്പോഴത്തേക്ക് മധ്യഭാരതത്തെ സംബന്ധിച്ച് പൊതുവെ മഴക്കാലം തുടങ്ങായി. ഉത്തരഭാരതത്തിൽ പിന്നെ ഒരു മാസം കൂടി താമസമുണ്ട്, എന്നാലും മഴയും തണുപ്പൊക്കെ തുടങ്ങുകയായി. വൈശാഖത്തിന്റെ ആരംഭത്തിൽ ആരും കമ്പിളി കൊടുക്കണ്ട. വൈശാഖത്തിന്റെ ഒടുവിലാവുമ്പോഴത്തേക്ക് ആരാണോ കമ്പിളി കൊടുക്കുന്നത് അവർക്ക്, അല്ലയോ രാജാവേ, അപമൃത്യു ഒരിക്കലും ഉണ്ടാവില്ല. അവര് 100 വർഷക്കാലം പരമമായ സുഖത്തോടുകൂടി ആയുസ് വ്യതീതമാക്കും എന്നാ പറയണത്. ഇനി യാതൊരാളാണോ വസ്ത്രം സൂക്ഷ്മതരം ഘർമ്മകർഷിതേ ദ്വിജേന്ദ്രേ ദദ്യാത്, ചൂടുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് സൂക്ഷ്മതരം വസ്ത്രം. സൂക്ഷ്മതരം വസ്ത്രം എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? വലിയ കട്ടിയില്ലാത്ത വസ്ത്രം. കാരണം ചൂട് കാലമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയുകയാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഖദർ എന്നൊക്കെ പറയാം. അതുപോലെയുള്ള തരം ചൂടിൽ നിന്ന് ശമനം കൊടുക്കുന്നതായ വസ്ത്രം ആരാണോ ദാനം ചെയ്യുന്നത് അയാൾക്ക് ഇവിടെ പൂർണ്ണമായ ആയുസ് ഉണ്ടാവും, പരലോകഗതിയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ പറയാണ്, അന്തസ്താപഹരം ദിവ്യം കർപ്പൂരം തുതിജാതയേ ദത്വാ മോക്ഷമവാപ്നോതി ദുഃഖശാന്തിം ച വിന്ദതി. ഉള്ളിൽ താപത്തെ ഇല്ലാതാക്കുന്ന നല്ല കർപ്പൂരം ആരാണോ ദാനം ചെയ്യുന്നത് ബ്രാഹ്മണ ശ്രേഷ്ഠന്, അയാൾ മോക്ഷത്തെ പ്രാപിക്കുന്നു. ജീവിക്കുന്ന കാലത്തോളം ഉള്ളിൽ കർപ്പൂരം പോലെയുള്ള തണുപ്പും അനുഭവപ്പെടുന്നു അയാൾക്ക്. അപ്പൊ ഒരു ചൂടില്ലാതെ, പൊതുവെ നമ്മൾ ഇന്നെല്ലാം ചൂടായിട്ടാണ് പോണത്. എല്ലാവരും നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും ചൂട് തന്നെയാണ്. ഒരു തണുപ്പന്മാരെ കാണാൻ പണിയാണ്. ഈ തണുപ്പെന്ന് പറയണതിനൊരു മോശമായിട്ടാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അയാളൊരു മഹാ തണുപ്പനാട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു സുഖമില്ലാത്ത പ്രയോഗമായിട്ടാണ് അപ്പം എടുക്കുന്നത്. ചൂടെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാട്ടോ. എന്നാലും പൊതുവെ ചൂടനായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. അപ്പൊ പറയാണ്, ഉള്ളു തണുക്കും. ആരാണോ ബ്രാഹ്മണ ശ്രേഷ്ഠന് ശുദ്ധമായ കർപ്പൂരം കൊടുക്കുന്നത്. ഈ കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഒന്നും അവിടെ പറയാതെ വയ്യ. ഇന്നത്തെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന കർപ്പൂരം, അതിന്റെ ഒരു പേര് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ എല്ലാവർക്കും, എല്ലാ പ്രദേശത്തും എന്താ അറിയില്ല. ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ കേട്ടിട്ടുണ്ട് ചൂടൻ എന്ന്. ആ കർപ്പൂരത്തിന് പറയാ ചൂടൻ കർപ്പൂരം എന്ന്. ഏയ്, അത് കർപ്പൂരമല്ല, അത് കത്തിച്ചാൽ പുകയേ ഉണ്ടാവുള്ളൂ. ഒന്നായിട്ട് പുകയും. നല്ല പച്ചക്കർപ്പൂരം വെച്ചാൽ പുക ഉണ്ടാവില്ല. അത് ഔഷധമാണ്. മറ്റത് എന്തോ ഒരു വസ്തു, അത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ പച്ചക്കർപ്പൂരം എന്നുള്ള അർത്ഥം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ കുസുമാനി ചയോ ദദ്യാത് കുങ്കുമം ചതിജാതയേ സാർവഭൗമോ ഭവേദ് രാജ സർവലോകവശങ്കരഃ പുത്രപൗത്രാദിഭോഗാം ച ഭുക്ത്വാ മോക്ഷമവാപ്നുയാത് ത്വഗസ്ഥിഗത സന്താപം സദ്യോ ഹരതി ചന്ദനം താപത്രയ വിനിർമുക്ത തദ്ദത്വാ മോക്ഷമാപ്നുയാത്. ഏതൊരു മനുഷ്യനാണോ ബ്രാഹ്മണ ശ്രേഷ്ഠനായിക്കൊണ്ട് ധാരാളം പുഷ്പങ്ങളെയും കുങ്കുമത്തെയും ദാനം ചെയ്യുന്നത്, നല്ല കുങ്കുമം. ഇവിടെ ഈ കുങ്കുമം എന്ന് പറഞ്ഞാലും ഇന്നിപ്പോ കിട്ടുന്ന പല കുങ്കുമം എന്ന് പറഞ്ഞ് വാങ്ങണ സാധനവും കുങ്കുമവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയ. നമ്മൾ പൊതുവെ അമ്പലങ്ങളിൽ നിന്നൊക്കെ കൊടുക്കണ ചന്ദനം പോലെയാ. അതും ചന്ദനവും തമ്മിൽ കുല ബന്ധമില്ല. അത് വാങ്ങി നെറ്റിയിലാണ്ട് തൊട്ട് കഴിഞ്ഞാൽ അലർജിയായി, വ്രണമായി, നിത്യം പാടാവും. അതെ, നിത്യം പാടാവും, ഒരു സംശയമില്ല. എല്ലാ അർത്ഥത്തിലും പാടാവും. അടയാളം പാട്, വിഷമം പാട് ഒക്കെ ആവും. അതുപോലെ ഇനി കുങ്കുമം എന്ന് പറയുന്ന വസ്തുവും കുങ്കുമമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ പറയുന്നത് ശുദ്ധമായിട്ടുള്ള കുങ്കുമം തന്നെയാണ്. അപ്പൊ ആരാണോ കുസുമങ്ങളെയും പുഷ്പങ്ങളെയും കുങ്കുമത്തെയും ദാനം ചെയ്യുന്നത് അയാൾ സാർവഭൗമനായി തീരുന്നു. സാർവഭൗമൻ ചക്രവർത്തിയായി തീരുന്നു.
എന്നല്ല സർവ്വലോകത്തെയും അയാളുടെ വശത്തിലാക്കുന്നു. പുത്രപൗത്രാദി സംയുക്തനായി സകല ഭോഗങ്ങളെയും അനുഭവിച്ച് അയാൾ കഴിയുന്നു. തുടർന്ന് ആരാണോ അങ്ങേയറ്റം ശീതളമായ ചന്ദനത്തെ ദാനം ചെയ്യുന്നത്, അയാൾ താപത്രയത്തിൽ നിന്നും, അപ്പൊ ചന്ദനം എപ്രകാരം ശീതളിമയാർന്നതാണോ അപ്രകാരം നമ്മുടെ സകല താപത്രയത്തെയും, താപത്രയം ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായ താപങ്ങൾ, അതാണ് താപത്രയം. അപ്പൊ താൻ ഹേതുവായി തന്നിൽ ഉണ്ടാവുന്നത് ആധ്യാത്മികം, മറ്റു ജീവരാശികൾ ഹേതുവായിട്ട് നമുക്ക് വന്നു ചേരുന്നത് ആദി ഭൗതികം, ദൈവകത്യ വന്നു ചേരുന്നത് ആദി ദൈവികം. ഇത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കാരണം ഇപ്പോ താൻ കാരണം തന്നിൽ ഉണ്ടാവുന്നത് ആധ്യാത്മികം, അതിൽ സംശയമില്ല. മറ്റൊരു ഭൂതം കൊണ്ട് തനിക്ക് ഉണ്ടാവുന്നത് അതിഭൗതികം, അതിലും സംശയമില്ല. അപ്പൊ എന്നെ വഴിയിൽ വെച്ചിട്ട് നായ കടിച്ചു വെച്ചോളൂ, അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന ദുഃഖം ഏതാ? യാതൊരു സംശയമില്ല, ആദി ഭൗതികമാണ്. എന്നാൽ ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോഴാണ് കടി കിട്ടിയത്. ആ വീട്ടിന്റെ ഗേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു നായയെ സൂക്ഷിക്കുക എന്ന്. അത് ആ ബോർഡ് അവഗണിച്ചിട്ടാണ് ഞാൻ പോയത്. ആ ദുഃഖമോ? അത് ആദിഭൗതിക എന്ന് പറയാൻ വയ്യ, അത് ആധ്യാത്മിക, ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ വേണ്ടില്ല, ഉരുൾപൊട്ടലുണ്ടായി, വീടൊക്കെ നഷ്ടപ്പെട്ടു, ദുഃഖായി. ഏതാ ദുഃഖം? ആദി ദൈവിക. എന്നാൽ ഞാൻ വീടുണ്ടാക്കാൻ പോണ സമയത്ത് തന്നെ പഞ്ചായത്ത് പെർമിഷൻ തന്നിരുന്നില്ല, അവിടെ വീടുണ്ടാക്കാൻ പറ്റില്ല, അത് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലമാണ്, അത് കേൾക്കാതെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പൊ ഉണ്ടായ ദുഃഖോ? ആധ്യാത്മികം. അപ്പോ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ആധ്യാത്മിക ആദി ഭൗതിക ആദി ദൈവികങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കണം. അപ്പൊ ഇതെല്ലാം ഇല്ലാതാവും ആരാണോ നല്ല ചന്ദനം ദാനം ചെയ്യണത്, ബ്രാഹ്മണന്. ഇതൊക്കെ ആവശ്യമുള്ള വസ്തുക്കളാട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമുള്ള വസ്തുക്കളാ അതൊക്കെ. ഔഷീരം ചാഷകം കൗശം യോ ദദ്യാത് ജലവാസിതം സർവഭോഗേഷു രാജേന്ദ്ര സതു ദേവ സഹായവാൻ പാപഹാനിം ദുഃഖഹാനിം പ്രാപ്യ നിർവൃതി മാപ്നുയാത്. ഔഷീരം എങ്ങനെ? ഔഷീരം എന്ന് പറഞ്ഞാൽ ഉഷീരത്തിന്റെ വികാരം, ഉഷീരത്തിൽ നിന്നുണ്ടാക്കിയത് രാമച്ചം. അപ്പൊ ഔഷീരം രാമച്ചവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ രാമച്ചം കൊണ്ടുള്ള നല്ല പാത്രങ്ങള്, രാമച്ചം കൊണ്ടുള്ള വിരിപ്പുകള് തുടങ്ങിയവ കൊടുക്കുക. അതുപോലെ കൗശം, കൗശം പട്ടിൽ നിന്നുണ്ടായത്, പട്ടിൽ നിന്നുണ്ടാക്കിയത്, അങ്ങനെയുള്ളവ ദാനം ചെയ്യുന്നവൻ, അല്ലയോ രാജേന്ദ്ര, ദേവസഹായവാൻ, സകല ദേവസഹായവും ലഭിക്കുന്നവനായി തീരും. അഥവാ ദേവയോനിക്ക് പോലും സഹായം ചെയ്യത്തക്ക മഹിമ അവന് പ്രാപ്തമാകും. ഇതാണ് പറയുന്നത്. അവന് പാപഹാനി ഉണ്ടാവും, ദുഃഖഹാനി ഉണ്ടാവും എന്ന് പറയുക. തുടർന്ന് ഗോരോചം മൃഗനാഭിഞ്ച ദദ്യാത് വൈശാഖ ധർമ്മവിദ് താപത്രയ വിനിർമുക്ത പരം നിർവാണമൃച്ഛതി. ഗോരോചനത്തെ ദാനം ചെയ്യുന്നവൻ, അതുപോലെ കൃഷ്ണാജിനത്തെ ദാനം ചെയ്യുന്നവൻ. ഇത് രണ്ടും ഇപ്പോ ക്രിയകളുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പൊ കൃഷ്ണാജിനത്തെ ദാനം ചെയ്യുന്നവൻ, ഗോരോചനത്തെ ദാനം ചെയ്യുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം? വൈശാഖധർമ്മത്തെ മനസ്സിലാക്കി ദാനം ചെയ്യുന്നവൻ താപത്രയ വിനിർമുക്തനായി പരമമായ നിർവാണത്തെ പ്രാപിക്കുന്നു. ഇനിയോ താംബൂലഞ്ച സകർപ്പൂരം യോ ദദ്യാത്മേഷഗേരവൗ സാർവഭൗമസുഖം ഭുക്ത്വാ പരം നിർവാണമൃച്ഛതി. താംബൂലം, സകർപ്പൂരം, പച്ചകർപ്പൂരത്തോടു കൂടി താംബൂലദാനം, അതാണ്. അവിടെ കുറച്ചു കഴിഞ്ഞാൽ വെറ്റില വേറെ അടക്ക വേറെ ഒക്കെ പറയുന്നുണ്ടെന്നാണ്.
ഈ ഭാഗത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നുണ്ട്. അപ്പോ ഇവിടെ താമ്പൂലം സ കർപ്പൂരം എന്ന് പറയുമ്പോൾ എല്ലാം ചേർത്തിട്ടുള്ള സുഖചർവണത്തിനുള്ള വസ്തുവാണ് എടുക്കേണ്ടത്. അവിടെ ഒരു കാരണവശാലും താമ്പൂലം എന്ന് പറയുമ്പോൾ നമ്മൾ ലഹരി ചേർക്കേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവിടെ ലഹരി വസ്തുക്കളെ ചേർക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നില്ല. അല്ലാതെ ദേവപൂജയ്ക്ക് എങ്ങനെയാണോ നമ്മൾ താമ്പൂലം ഉപയോഗിക്കുന്നത് ആ വിധാനമേ ഇവിടെ എടുക്കേണ്ടതുള്ളൂ. എപ്പോ മേഷകേ രവൗ, അതൊരു പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാ. മേഷകേ രവൗ, രവി എപ്പോഴാണ് മേഷത്തെ പ്രാപിക്കുന്നത്? മധ്യാഹ്നത്തിലാണല്ലോ. അപ്പൊ മധ്യാഹ്ന കാലത്ത് ആരാണോ താമ്പൂലം ദാനം ചെയ്യണത്, അപ്പൊ ഊണൊക്കെ കഴിഞ്ഞ് അനന്തരമുള്ള സമയത്ത് താമ്പൂലം ദാനം ചെയ്യാം. അതാണ് ഇപ്പൊ അതിന്റെ താല്പര്യം. അയാൾ സാർവഭൗമനായി തീരുന്നു, നിർവ്വാണത്തെ പ്രാപിക്കുന്നു. ശതപത്രീഞ്ച യൂധീഞ്ച മേഷമാസേ ദദന്നരഃ സ സാർവഭൗമോ ഭവതി പശ്ചാത് മോക്ഷം ച വിന്ദതി. തുടർന്ന് ശതപത്രി വെറ്റില. ആരാണ് വെറ്റില ദാനം ചെയ്യുന്നത്? മേഷമാസേ ദദന്നരഃ സ സാർവഭൗമ, മേടത്തിൽ. ഇവിടെ എങ്ങനെയാ ഇപ്പൊ ഇവിടെ ചേർക്കേണ്ടതെന്ന് അറിയില്ല. ദദന്നരഃ സ സാർവഭൗമോ ഭവതി, അവൻ സാർവഭൗമനായി തീരുന്നു, പിന്നെ മോക്ഷവും സിദ്ധിക്കുന്നു. എന്ന് മാത്രമല്ല, കേതകി മല്ലികാംബാപി യോ ദദ്യാത്മാധവാഗമേ സതു മോക്ഷമവാപ്നോതി മധുശാസന ശാസനാത്. മധുശാസനന്റെ ശാസനം കൊണ്ട്, മധുശാസനൻ മധുവെ ശാസനം ചെയ്തവൻ മഹാവിഷ്ണു, മഹാവിഷ്ണുവിന്റെ ശാസനം കൊണ്ട് ആരാണോ കേതകി മല്ലിക തുടങ്ങിയ പുഷ്പങ്ങളെ ദാനം ചെയ്യുന്നത് അവൻ മുക്തനായി തീരുന്നു. പൂഗി ഫലം തുയോ ദദ്യാത് സുഗന്ധം തുതിജാതയേ നാരികേല ഫലം രാജൻ തസ്യ പുണ്യഫലം ശൃണു. അല്ലയോ രാജാവേ, പൂഗീഫലം അടയ്ക്ക, ആരാണോ സുഗന്ധ വസ്തുക്കളോടുകൂടി അടയ്ക്ക ദാനം ചെയ്യുന്നത്, അതുപോലെ നാരികേല ഫലം തേങ്ങ ദാനം ചെയ്യണത്. അപ്പൊ അടയ്ക്കയും തേങ്ങയും സുഗന്ധദ്രവ്യങ്ങളും ആരാണോ ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾക്ക് ഉണ്ടാവുന്ന പുണ്യഫലം നിങ്ങൾ കേട്ടാലും സപ്തജന്മ ഭവേദ് വിപ്രോ ധനാഢ്യോ വേദപാരകഃ പശ്ചാത് സപ്തകുലൈർയുക്തോ വിഷ്ണുലോകം സ ഗച്ഛതി. അയാൾ 7 ജന്മം ധന ധാന്യ സമൃദ്ധിയോടും വേദപാണ്ഡിത്യത്തോടും കൂടിയവനായി തീരുന്നു. 7 ജന്മം. അനന്തരമോ അവന്റെ 7 കുലങ്ങളോടുകൂടി തന്നെ, 7 തലമുറന്നേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ, വിഷ്ണു ലോകത്തെ പ്രാപിക്കുന്നു. വിശ്രാമ മണ്ഡപം യസ്തു കൃത്വാ ദദ്യാദ് ജന്മനേ തസ്യ പുണ്യഫലം വക്തും നാഹം ശക്നോതി ഭൂപതേ. തുടർന്ന് പറയാണ്, ബ്രാഹ്മണനായിക്കൊണ്ടൊരു വിശ്രമ മണ്ഡപത്തെ ആരാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അയാൾക്കുള്ള ഫലം പറയാൻ എനിക്ക് ശക്തിയില്ല. നാരദൻ പറയുക, അതിനുള്ള ഫലം എന്താണെന്ന് പറയാനുള്ള ശക്തി, കഴിവ് എനിക്കില്ല, അല്ലയോ രാജാവേ. സുച്ഛായ മണ്ഡപം യസ്തു സികതാകീർണ മഞ്ജസ സപ്രഭം കാരയദ്യസ്തു സതുലോകാധിപോ ഭവേത്. മാർഗോദ്യാനം തടാകം വാ കൂപമണ്ഡപമേവ ച യക്കരോതി സധർമാത്മാ തസ്യ പുത്രൈഃ തു കിം ഫലം. കൂപസ്തടാകമുദ്യാനം മണ്ഡപശ്ച പ്രപാ തഥാ സദ്ധർമ്മകരണം പുത്ര സന്താനം സപ്തധോച്യതേ. ഏതേഷു അന്യതമാഭാവേ നോർധ്വം ഗച്ഛന്തി മാനവാ സച്ഛാസ്ത്രശ്രവണം തീർത്ഥയാത്ര സഞ്ജന സംഗതിഃ ജലദാനം ചാന്നദാനം അശ്വത്ഥാരോപണം തഥാ പുത്രശ്ചേതി ച സന്താനം സപ്തമേതി വിദോ വിദുഃ.
പറയാണ്, നല്ല ഛായാമണ്ഡപം ആരാണോ സികതാകീർണം, നല്ല ചെറിയ മനോഹരങ്ങളായ ഉരുളൻ കല്ലുകളോടുകൂടെ അലങ്കരിച്ചുകൊണ്ട് അത്തരം മണ്ഡപത്തെ ദാനം ചെയ്യുന്നത്, സപ്രഭം പ്രപത്തോടുകൂടി പ്രകർഷേണ പാനം ചെയ്യാനുള്ള വ്യവസ്ഥകൾ, ജലത്തിനുള്ള വ്യവസ്ഥകൾ, ശുദ്ധജലം ലഭിക്കാനുള്ള വ്യവസ്ഥയോടുകൂടി ആരാണോ ദാനം ചെയ്യുന്നത് അയാൾ ലോകാധിപനായി തീരുന്നു. മാർഗോദ്യാനം, പൂന്തോട്ടം, തടാകം, അല്ലെങ്കിൽ കൂപം, മണ്ഡപം, ഈ വകയൊക്കെ യാതൊരുവനാണോ ദാനം ചെയ്യുന്നത് അയാൾക്ക് മറ്റു ഫലങ്ങളെ കൊണ്ട് എന്ത് കാര്യം? മറ്റൊരു ഫലം അയാൾക്ക് ആവശ്യമില്ല എന്നർത്ഥം. അയാൾ സർവഫലോപേതനായി തീരുന്നു. കൂപം, തടാകം, ഉദ്യാനം, മണ്ഡപം, ജലപാനത്തിനുള്ള വ്യവസ്ഥ, സദ്ധർമ്മകരണം, ഇതെല്ലാം ഈ 7 പുത്രസന്താനം എന്നറിയപ്പെടുന്നു. സന്താനം എന്ന് പറഞ്ഞാൽ തനു വിസ്താരേ എന്നാണല്ലോ. അപ്പോ വിസ്തൃതമാക്കുന്നത്, നമ്മുടെ പരമ്പരയെ വിസ്തൃതമാക്കുന്നതാണ് ഇവ എന്ന് വിദ്വാൻമാര് പറയുന്നു. ഏതേഷു അന്യതമാഭാവേനോർധ്വം ഗച്ഛന്തി മാനവാഹ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാത്തവൻ ഉയർച്ച ഉണ്ടാവില്ല ജീവിതത്തില്. നമ്മുടെ ഒരു ആയുഷ്കാലത്തിൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് ജനോപകാരാർത്ഥം ചെയ്യാൻ സാധിക്കണം എന്ന് പറയുകയാണ്. അതുപോലെ സച്ഛാസ്ത്ര ശ്രവണം, തീർത്ഥയാത്ര, സജ്ജനസംഗതി, ജലദാനം, അന്നദാനം, അശ്വത്ഥാരോപണം. അശ്വത്ഥാരോപണം അരയാല് കുഴിച്ചിടുക എന്നുള്ളത്, നട്ടു വളർത്തുക എന്നുള്ളത്. തഥാ പുത്രശ്ച ഇതിച്ച സന്താനം, സന്താനമാകുന്ന പുത്രൻ. എന്ത് സന്താനമാകുന്ന പുത്രൻ? മക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ പുത്രൻ ഉണ്ടായി എന്ന് പറയാം. അത് തനിക്ക് മാത്രമേ പുത്രൻ അഥവാ പുത്രി ഗുണം ചെയ്യുന്നുള്ളൂ. അതായത് ഭൂശബ്ദത്താൽ ലക്ഷ്യമാക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് തന്നെ ത്രാണനം ചെയ്യുന്നവൻ അഥവാ ത്രാണനം ചെയ്യുന്നവളാണ് പുത്രൻ അഥവാ പുത്രി. അതുകൊണ്ട് സന്താനായി എന്ന് അർത്ഥമില്ല. എനിക്കൊരു കുട്ടി ഉണ്ടായി എന്നേ പറയാൻ പറ്റൂ. സന്താനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരായി പരിപാലിച്ച ധർമ്മവ്യവസ്ഥയെ, ജ്ഞാനത്തെ ആരാണോ വിശദമാക്കുന്നത് അവനെ സന്താനമാകൂ. തനു വിസ്താരേ, ധാതു ശ്രദ്ധിക്കുക. അതുകൊണ്ട് സന്താനമായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏതായാലും സച്ഛാസ്ത്ര ശ്രവണം, തീർത്ഥയാത്ര, സജ്ജനസംഗതി, ജലദാനം, അന്നദാനം, അശ്വത്ഥാരോപണം, തഥാ പുത്രശ്ച സന്താനം. സപ്തേമേ അതിവിദോ വിദു. എല്ലാ വിദ്യകളെയും അതിക്രമിച്ച മഹിമ, സകല വിദ്യകളെയും അതിക്രമിച്ച മഹിമ, സ്വയം വിദ്യാസ്വരൂപനാകുന്ന മഹിമ, അതാണ് ഈ 7 ലഭ്യമാകുന്നത്. സന്തതിർലഭേല്ലോകാൻ കൃത്വാ ധർമ്മശതാന്യപി തസ്മാ സന്താനമന്വിച്ഛേത് സന്താനേഷു ഏകതോ വ്രജേത്. മറ്റ് അനേക ധർമ്മശതങ്ങളെ ചെയ്തിട്ടും നാസന്തതിർ ലഭേത് ലോകാൻ കൃത്വാ ധർമ്മശതാനപി തസ്മാ സന്താനമന്വിച്ഛേത് സന്താനേഷു ഏകതോ വ്രജേത്. സന്താനമന്വിച്ഛേത്, സന്താനത്തെ പ്രാപിക്കേണ്ടതാകുന്നു. അന്വിച്ഛേത്, ഇച്ഛിക്കേണ്ടതാകുന്നു, അന്വേഷിക്കേണ്ടതാകുന്നു, പ്രാപിക്കേണ്ടതാകുന്നു. അത് അകസ്മാത് വന്നു ചേരില്ല. അപ്പൊ ഇത്തരം സദ്ധർമ്മങ്ങളെ സ്വയം പരിപാലിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മുമ്പിൽ മാതൃകയായി അവരിതെല്ലാം കണ്ട് ശീലിക്കുമ്പോൾ, അവരിതെല്ലാം കണ്ട് പഠിക്കുമ്പോൾ, അവരിതെല്ലാം കണ്ട് ആചരിക്കുമ്പോൾ നമ്മുടെ പുത്രന്മാരെ, പുത്രനെ സന്താനം എന്ന് പറയാം. അല്ലാതെ സന്താനം ആർക്കും ഉണ്ടാവാൻ പോണില്ല. പുത്രനുണ്ടായി പുത്രി ഉണ്ടായി എന്നുള്ളതുകൊണ്ട് സന്താനാണെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഉറച്ചു മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് സന്താനത്തെ അന്വേഷിക്കേണ്ടതാകുന്നു. പശൂനാം പക്ഷിണാം ചൈവ മൃഗാണാം ചൈവ ഭൂരുഹാം നോർധ്വലോകം സുഖം യാതി മനുഷ്യാണാം തു കാക്കഥ
പശുക്കൾക്കോ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ വൃക്ഷങ്ങൾക്കോ പോലും സന്താനരഹിതമായ അവസ്ഥയിൽ ഊർധ്വലോകം ഉണ്ടാവില്ല. പിന്നെ മനുഷ്യന്റെ സ്ഥിതി പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സന്താനം ഉണ്ടാവണം നമുക്കൊക്കെ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമുക്കൊക്കെ പറയുമ്പോൾ ഒരു സന്യാസി ഇപ്പൊ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചിലർ സംശയിച്ചു എന്ന് വരും. ഇതിപ്പോ സന്യാസിയുടെ വിഷയമല്ല. കാരണം വൈശാഖ മാസത്തിൽ ദാനം ചെയ്യുന്നത് സന്യാസിയെ സംബന്ധിക്കുന്ന പ്രകരണം അല്ല. അത് ശ്രദ്ധിക്കുക. പൂഗീഫലസമായുക്തം നാഗവല്ലീതലൈർയുധം കർപ്പൂരാഗുരു സംയുക്തം ദദത്താംബൂലമുത്തമം ശാരീരൈ സകലൈ പാപൈ മുച്യതേനാത്ര സംശയഃ. ആരാണോ അടക്കയോടുകൂടെ, നല്ല ഒന്നാന്തര അടക്ക, പൂഗീഫല സമായുക്തം, നാഗവല്ലി ദലൈർയുധം, ബഹുവചനം പറഞ്ഞത് കൊണ്ട് ദലൈഹി എന്ന് ബഹുവചനം പറഞ്ഞത് കൊണ്ട് രണ്ടിലധികം വേണം ഉറപ്പായി. വെറ്റില. പൂഗീഫലം ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏകവചനാണ്. അപ്പൊ ഒരടയ്ക്ക, രണ്ടിലധികം വെറ്റില, കർപ്പൂരം, അഗുരു എന്നിവ ചേർത്ത് ആരാണോ ഉത്തമമായ താമ്പൂലം നിർമ്മിച്ച് കൊടുക്കുന്നത് അയാൾ സകലൈഹി ശാരീരൈഹി പാപൈഹി മുച്യതേ, ശരീരഗതങ്ങളായ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. നാത്ര സംശയ, ഇവിടെ സംശയമില്ല. താമ്പൂലതോ യശോ ധൈര്യം ശ്രിയമാപ്നോതി നിശ്ചിതം. താമ്പൂലം ദാനം ചെയ്യുന്നവൻ യശസ്സിനെ നേടും, ധൈര്യത്തെ നേടും, ഐശ്വര്യത്തെ നേടും, നിശ്ചിതമാണ്. അത് സംശയമില്ല എന്ന് നാരദൻ പറയാണ്. രോഗി ദത്വാവിരോഗസ്യാത്, രോഗി താമ്പൂലദാനം ചെയ്താൽ രോഗരഹിതനാകും. രോഗി മോക്ഷമവാപ്നുയാത്, അരോഗി മോക്ഷമാപ്നുയാത്, രോഗമില്ലാത്തവനോ മോക്ഷം നേടാൻ പറ്റും. വൈശാഖേ മാസി ദദ്യാത് തക്രം താപവിനാശനം. ഇനി പുതിയൊരു ദാനം പറയുകയാണ്. ഈ വൈശാഖ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് തക്രദാനം. നല്ല മോര് ദാനം ചെയ്യാം. മോര് എങ്ങനെയാണത്? അത് താപവിനാശനമാണ്, ചൂട് ഇല്ലാതാക്കുന്നതാണ്. നല്ല മോര് ചൂടില്ലാതാക്കുന്നതാണ്. വിദ്യാവാൻ ധനവാൻ ഭൂമൗ ജായതേനാത്ര സംശയഃ. അപ്പൊ വൈശാഖ മാസത്തിൽ മോര് ദാനം ചെയ്യുന്നവൻ വിദ്യാവാനും ധനവാനുമാകും, അത് സംശയമില്ല. ന തക്രസദൃശം ദാനം ഘർമ്മകാലേഷു വിദ്യതേ. ചൂട് കാലത്ത് മോര് ദാനം ചെയ്യുന്നത് പോലെ പുണ്യകരമായ മറ്റൊരു ദാനം ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ വേണ്ടെന്നല്ല കേട്ടോ, കൂട്ടത്തിൽ പറയുകയാണ് വൈശാഖ മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം മോരാണ്, മോരിന്റെ ദാനമാണ് അത്. പക്ഷെ അവിടെ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഈ ഘർമ്മകാലം, ഏതെങ്കിലും കാരണവശാൽ വൈശാഖത്തിൽ നല്ലോണം മഴ പെയ്ത് തണുത്തു എന്ന് വിചാരിച്ചോളൂ, എന്നാ പിന്നെ മോര് ദാനത്തിന് അത്ര വലിയ പുണ്യമില്ല. അത് കാണിക്കാനാണ് ഘർമ്മകാലേഷു എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക എല്ലാവരും. തസ്മാ തക്രം പ്രദാതവ്യം അധ്വശ്രാന്തദ്വിജാതയേ. അതുകൊണ്ട് വഴി നടന്ന് ക്ഷീണിച്ചിട്ടുള്ള ബ്രാഹ്മണർക്കായിക്കൊണ്ട് എല്ലാവരും മോരും വെള്ളം, മോര് ദാനം ചെയ്യൂ. തക്രം ജാംബീരസുരസോഭേദം സൽ ലസൽ ലവണ മിശ്രിതം യസ്തക്രമരുചിർ ഘ്നന്തു ദത്വാ മോക്ഷമവാപ്നുയാത്. എങ്ങനെയാണ് മോര് കൊടുക്കേണ്ടത് അത് പ്രത്യേകിച്ച് പറയുകയാണ്. ജാംബീര സുരസോപേതം, ജാംബീര സുരസം എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ സുരസം എടുത്തിട്ട്, സുരസം നാരങ്ങ പിഴിഞ്ഞു എന്നുള്ള അർത്ഥം അവിടെ വരുന്നില്ല, ഇല. ഇപ്പൊ നാരകത്തിന്റെ ഇല എടുത്തിട്ട് അത് മിശ്രീകരിച്ചിട്ട് ലസൽ ലവണ മിശ്രിതം, നല്ല ഉപ്പും ചേർത്തിട്ട്, അല്ലാണ്ട് വെറുതെ മോര് കലക്കി കൊടുത്തിട്ട് കാര്യമില്ല. ആ മോരിൽ നാരകത്തിന്റെ ഇലയും ഉപ്പും പിന്നെ എന്ത് വേണം? അങ്ങനെയുള്ള അരുചിഘ്നം, നല്ല രുചിയോടുകൂടി അരുചിഘ്നമായിരിക്കുന്ന, അരുചിയെ ഇല്ലാതാക്കുന്ന ഇത്തരം ദ്രവ്യങ്ങൾ ചേർത്തിട്ട് വേണം തക്രമുണ്ടാക്കാൻ. അത് കൊടുത്താൽ നിശ്ചയമായും മോക്ഷമാവാപ്നുയാത്. പിന്നെയോ അതിനേക്കാൾ കുറച്ചും കൂടി കേമാണ് പറയണത്. യോ ദദ്യാദധി ഖണ്ഡം തു വൈശാഖേ ഘർമ്മശാന്തയേ തസ്യ പുണ്യാഫലം വക്തും
നാഹം ശക്നോമി ഭൂമി അപ്പൊ ഈ മോരും വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വെള്ളം കൂട്ടി കൂട്ടി ചിലപ്പോൾ മോരിന്റെ അംശം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് പുണ്യകരം തന്നെ. എങ്കിലും അതുകൊണ്ട് പറയാണ്, ഇനി ആരാണോ തൈരിന്റെ കട്ട കൊടുക്കുന്നത്, അവിടെ പിന്നെ ലവലേശം വെള്ളമില്ല, അത് നമുക്ക് തട്ടിപ്പൊന്നും ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ദധി അല്ല പറഞ്ഞത്, ദധി ഖണ്ഡമാണ്. ദധി ഖണ്ഡം എന്ന് പറഞ്ഞാൽ കട്ടിത്തൈര്. കട്ടിത്തൈര് ആരാണോ വൈശാഖ മാസത്തിൽ ദാനം ചെയ്യുന്നത് അയാൾക്ക് ലഭിക്കുന്ന പുണ്യം പറയാൻ ഞാൻ ശക്തനല്ല എന്നാണ് നാരദൻ പറയണത്. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ നാരദനായി പറയണെന്ന് ഓർമ്മിക്കുക. ഇപ്പൊ തൈര്, കട്ടത്തൈര് കൊടുക്കുന്ന ആൾക്കുള്ള പുണ്യം പറയാൻ ഞാൻ ശക്തനല്ല. പിന്നെയോ, യോ ദദ്യ തണ്ടുലാൻ ദിവ്യാൻ മധുസൂദന വല്ലഭേ സലഭേത് പൂർണ്ണമായുഷ്യം സർവയജ്ഞഫലം ലഭേത്. യോ ഘൃതം തേജസോരൂപം ഗവ്യം ദദ്യാദ്വിജാതയേ സോശ്വമേധഫലം പ്രാപ്യ മോദതേ വിഷ്ണു മന്ദിരേ. ആരാണോ നല്ല ഒന്നാന്തരം അരി ദാനം ചെയ്യുന്നത് അയാൾക്ക് സർവയജ്ഞങ്ങളുടെയും ഫലം ഉണ്ടാവുന്നു. അരി ദാനം ചെയ്യാം, തണ്ടുലദാനം. അതുപോലെ തേജസ്സിന്റെ അഗ്നിയുടെ രൂപമായിരിക്കുന്ന ഘൃതം, ഘൃതം നെയ്യ്, നെയ്യ് അഗ്നിയാണ്. അപ്പൊ അഗ്നി രൂപമാർന്ന നെയ്യ് ആര് ദാനം ചെയ്യുന്നുവോ ദ്വിജാതയെ, അയാൾക്ക് അശ്വമേധത്തിന്റെ പുണ്യം ലഭിക്കുന്നു. ഉർവാരുകുട സമ്മിശ്രം വൈശാഖേ മേഷഗേരവൗ സർവപാപ വിനിർമുക്ത ശ്വേതദ്വീപേ വസേ ധ്രുവം. ഉർവാരുകുട മിശ്രം. ഈ ഗുഡം പൊതുവെ എന്താ പറയേണ്ടത്, ഇക്ഷുവിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത്, കരിമ്പിൽ നിന്നാണല്ലോ ഗുഡം ഉണ്ടാക്കുന്നത്. ഇവിടെ അതല്ല പറഞ്ഞത്. ഉർവാരു എന്നുള്ള ഫലത്തിൽ നിന്നുണ്ടാക്കുന്ന ശർക്കര. അപ്പൊ അത് കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന ശർക്കരയല്ല. ഇതെന്താന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം അത് എന്ത് ശർക്കരയാണെന്ന്. പല ദ്രവ്യങ്ങളിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുമല്ലോ. നമ്മള് ഈ ഉർവാരു പ്രസിദ്ധമാണല്ലോ, മന്ത്രപ്രസിദ്ധമാണല്ലോ ഉർവാരു മൃത്യുഞ്ജയത്തില്. പക്ഷെ അതിൽ നിന്നുള്ള ഈ ഗുണം ഉണ്ടാക്കുക എങ്ങനെയാന്നുള്ളത് അറിയില്ല. അതിൽ നിന്ന് ഗുണം ഉണ്ടാവുണ്ടോന്ന് അറിയില്ല. ഇനി ഉർവാരു ഗുണം ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഉത്തര ഭാരതത്തില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരുതരം ഈ ഈ പഞ്ചസാര പാവ് കൊള്ളിച്ചിട്ട്, അതുപോലെ ശർക്കര പാവ് കൊള്ളിച്ചിട്ട് ഇളവൻ വർഗത്തിൽപ്പെട്ട മത്തൻ, ഇളവൻ, അങ്ങനെയുള്ളതൊക്കെ പാകപ്പെടുത്തുന്ന ഒരു വിശേഷമുണ്ട്. അതാറ്റോ ആണോന്ന് അറിയില്ല. എന്താണ് ഈ ഉർവാരു ഗുണം അറിയില്ല. ഏതായാലും അത് വൈശാഖ മാസത്തിൽ മേഷകേ രവൗ, മധ്യാഹ്നാണല്ലോ, രവി മേഷത്തെ പ്രാപിക്കുക മധ്യാഹ്നാണ്. മധ്യാഹ്ന സമയത്ത് ദാനം ചെയ്യുന്നവൻ സർവപാപ വിനിർമുക്തനാകുന്നു. അവൻ ശ്വേതദ്വീപ നിവാസിയാകുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏഷ്യയിൽ ജനിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അവൻ അങ്ങ് ശ്വേതദ്വീപത്തിൽ പോയി ജനിക്കുന്നു. ഇക്ഷുഖണ്ഡം സായാന്നേ യേക്ഷുഖണ്ഡ ദണ്ഡം സായാന്നേ ദിവാതാപോപശാന്തയേ ബ്രാഹ്മണായ ചയോ ദദ്യാത് തസ്യ പുണ്യം അനന്തകം. യാതൊരാളാണോ സായാഹ്നത്തിൽ ഇക്ഷുദണ്ഡം കൊടുക്കുന്നത്, ഇക്ഷുദണ്ഡമാണ്. അപ്പോ ചെറിയൊരു കഷ്ണം പോരാ, ഒരു കരിമ്പിന്റെ ചെറിയൊരു കഷ്ണം മുറിച്ചു കൊടുത്താൽ പോരാ, ഇക്ഷുദണ്ഡം തന്നെ കൊടുക്കണം. അപ്പൊ ദണ്ഡപ്രമാണം, ദണ്ഡപ്രമാണം എന്ന് പറയുമ്പോൾ അവനവന്റെ ശിരസിന്റെ പ്രമാണം വരും. ദണ്ഡപ്രമാണം അതാണല്ലോ ദണ്ഡത്തിന്റെ പ്രമാണം. അപ്പോ ദണ്ഡപ്രമാണമായിട്ടുള്ള കരിമ്പ് ആരാണോ സന്ധ്യാസമയത്ത് ബ്രാഹ്മണന് ദാനം ചെയ്യുന്നത് അവന് അനന്തമായ പുണ്യം ഉണ്ടാകുന്നു. വൈശാഖേ പാനകം ദത്വാ സായാന്നേ ശ്രമശാന്തയേ സർവപാപ വിനിർമുക്തോ വിഷ്ണു സായുജ്യമാപ്നുയാത് സഫലം പാനകം മേഷമാസേ സായം ദ്വിജാതയേ ദദ്യാത്തേന പിതॄണാം തു സുധാപാനം ന സംശയഃ. ആരാണോ വൈശാഖത്തിൽ നല്ല പാനകം തയ്യാറാക്കി
സായാഹ്നത്തിൽ ശ്രമശാന്തിക്കായിക്കൊണ്ട് ബ്രാഹ്മണന് കൊടുക്കുന്നത്. ശ്രമശാന്തിക്കായിക്കൊണ്ട്. പാനകാവുമ്പോ കഷായത്തിന്റെ ഫലമായല്ലോ. അപ്പോ ഒരു ഔഷധാണ്, പാനീയാണ്. അപ്പൊ നല്ല പാനകം തയ്യാറാക്കി കൊടുക്കുന്നവന് വിഷ്ണു സായുജ്യം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അയാളുടെ പിതൃക്കൾ സുധാപാനം നേടുന്നു, അമൃതപാനം നേടുന്നു. അപ്പൊ പിതൃക്കളെല്ലാം മുക്തരായി തീരുന്നു എന്നർത്ഥം. അതുകൊണ്ട് പാനകം സന്ധ്യാസമയത്ത് ദാനം ചെയ്യാം. പൊതുവെ പാനകം സന്ധ്യയ്ക്കും അതിന് ശേഷമാണല്ലോ പതിവ്. ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അങ്ങനെയാണല്ലോ പതിവ്. ഇനി എവിടെയെങ്കിലുമൊക്കെ രാവിലെ കൊടുക്കണതുണ്ടോന്ന് അറിയില്ല. പൊതുവേ പതിവില്ല, അത്രേ പറയാൻ പറ്റൂ. രാവിലെ കൊടുക്കണ ചില സംഗതികളൊക്കെ അറിയാം. അത് ആർക്കോ എപ്പോഴോ തെറ്റ് വന്നിട്ട് അങ്ങനെ തുടർന്ന് വന്നതാവാനേ തരമുള്ളൂ. ഏതായാലും സന്ധ്യയ്ക്ക് പാനകം കൊടുക്കുക. ഇങ്ങനെ വൈശാഖേ പാനകം ചൂത സുപക്വഫല സംയുതം. പാനകം എങ്ങനെയാ കൊടുക്കേണ്ടത്? വൈശാഖ മാസത്തിൽ നല്ല പഴുത്ത, നല്ല സുപക്വ ഫല സംയുതം. ചൂത സുപക്വ ഫലം, നല്ല പഴുത്ത മാങ്ങ, നല്ല പഴുത്ത മാങ്ങയും ഒപ്പം തന്നെ ഈ പാനകവും കൂടി കൊടുത്താൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. സുനിശ്ചിതം. യോ ദദ്യ ചൈത്ര ദർശേതു കുംഭം പൂർണം തു പാനകൈ ഗയാശ്രാദ്ധ ശതം തേന കൃതമേവന സംശയ. ഇതൊരു അധിക ശ്ലോകമാണെന്ന് തോന്നുന്നു. കുംഭപൂർണമായിട്ടുള്ള പാനകം ആര് പ്രദാനം ചെയ്യുന്നുവോ അയാൾക്ക് ഗയാശ്രാദ്ധ ശതത്തിന്റെ ഫലം, 100 ഗയാശ്രാദ്ധം ചെയ്ത ഫലം ഉണ്ടാവുന്നു. കസ്തൂരി കർപ്പൂരോപേദം മല്ലികോ ശിരസംയുതം കശലം കലശം പാനകൈ പൂർണം ചൈത്രദർശേതു മാനവഃ ദദ്യാത് പിതॄൻ സമുദ്ദിശ്യ ഷണ്ണവതിതോ ഭവേത്. കസ്തൂരി കർപ്പൂരോപേതമായി അനേക പുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കലശത്തിൽ പാനകം ദാനം ചെയ്യുന്നവൻ അവന് ഷണ്ണവതിതോ ഭവേത്. ഷണ്ണവതിത എന്ന് പറയുമ്പോ ഷട്ട് 6, നവതി 90. അപ്പോ 96 പ്രദാനം ചെയ്തവനായി തീരുന്നു. അപ്പൊ 96 പ്രദാനം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായിട്ടില്ല. കൂട്ടത്തിൽ ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സഭ വരുമ്പോ അതിൽ ഏതെങ്കിലും വിദ്വാനോട് സംശയം ചോദിക്കുക, എന്താണ് അതിന്റെ താല്പര്യം എന്നുള്ളത്. ഏതായാലും 96 കൊടുത്തവന്റെ പുണ്യം അവനുണ്ടാവും. ഇപ്രകാരം 53 ശ്ലോകങ്ങളോട് കൂടിയതാണ് ഈ 3-ാമത്തെ അധ്യായം. ഇത് ശ്രീ സ്കാന്ദേ മഹാപുരാണേ ഏകാശീതി സാഹസ്രിയാം സംഹിതായാം ദ്വിതീയേ വൈഷ്ണവഖണ്ഡേ വൈശാഖമാസ മാഹാത്മ്യേ നാരദാംബരീഷ സംവാദേ ദാന നിരൂപണം നാമ തൃതീയോധ്യായഃ. ഇങ്ങനെ 3-ാം അധ്യായം അവിടെ സമാപിക്കുകയാണ്. അപ്പൊ താല്പര്യം എത്രയേ ഉള്ളൂ. അത്യാവശ്യമുള്ള സമയത്ത് അത്യാവശ്യമുള്ളത് ദാനം ചെയ്യാം, അനാവശ്യമായത് വേണ്ട. ഇപ്പൊ സന്യാസിക്ക് ഒരാൾ വെച്ച് നമസ്കാരം ചെയ്യുമ്പോൾ അയാൾക്ക് ഈ വെറ്റിലെ അടക്കൊക്കെ കൊടുത്താൽ അതൊരു സുഖമില്ലാത്ത ഇടപാടാണെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം അയാൾക്ക് നിഷിദ്ധമാണ്. താമ്പൂലം സന്യാസിക്ക് നിഷിദ്ധമാണ്. അതേ സമയത്ത് താമ്പൂലം ഗൃഹസ്ഥർക്കും മറ്റ് ഉള്ളവർക്കും വളരെയധികം പ്രശസ്തമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ദാനങ്ങൾ പ്രായേണ സന്യാസി അല്ലാത്ത ദ്വിജാതിക്ക്, ബ്രാഹ്മണന്, വേദപാരംഗതന്, ശ്രോത്രിയന് ദാനം ചെയ്യുന്ന വിഷയമാണ് ഈ അധ്യായത്തിന്റെ വിഷയം. ഏതായാലും ദാനത്തിന് ഏറ്റവും പ്രസിദ്ധമായ ദിവസമാണല്ലോ ഈ അക്ഷയ തൃതീയ. ഇന്നിപ്പോ കാലം മാറി മാറി സ്വർണം വാങ്ങാൻ പ്രസിദ്ധമായിരിക്കുക. അത് ചില ജ്വല്ലറിക്കാരുണ്ടാക്കിയതാകുന്നതല്ലാതെ മറ്റൊന്നും പറയാനില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദാനത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഈ അക്ഷയ തൃതീയ ദിവസം ഈ ഒരു ദാനപ്രകരണം ചിന്തിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെയൊക്കെ താല്പര്യമേ നമ്മൾ എടുക്കണ്ടു എന്നാണ് പറയാനുള്ളത്. പുരാണങ്ങളിലൊക്കെ താല്പര്യം എടുക്കണ്ടു. കാരണം ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേതുന്നുണ്ടല്ലോ. അപ്പൊ ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ വിശദീകരിക്കണം. അപ്പൊ വേദത്തിൽ പറഞ്ഞ ആശയത്തെ വിശദീകരിക്കാൻ ഇപ്രകാരമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ താല്പര്യാർത്ഥം എടുക്കുക എന്ന് മാത്രം പറഞ്ഞ് മറ്റെന്തെങ്കിലും സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക്
ചോദിച്ചാൽ ആവാം, ഇല്ലെങ്കിൽ നമുക്ക് കുറേ സമയമായി. ഇന്ന് ഉപസംഹരിക്കാം. നാളെ ഭംഗിയായിട്ടിത് അടുത്ത അംശം നിശ്ചയിച്ച പോലെ നടക്കട്ടെ. ഏതായാലും വളരെ സന്തോഷം. ഇത്തരമൊരു വൈശാഖമാസ മഹിമാ പാരായണം വൈശാഖമാസത്തിൽ ഇത്തരമൊരു ചിന്ത വെച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ട് വായിക്കുകയാണ്. അതുകൊണ്ട് ചില പദങ്ങളൊന്നും വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പദങ്ങളല്ലല്ലോ ഇതൊന്നും. പ്രത്യേകിച്ച് വേദാന്ത ശാസ്ത്രത്തിലോട്ട് വരണേ ഇല്ല ഇങ്ങനത്തെ ഒന്നും. അതുകൊണ്ട് അറിയാത്ത കുറെ പദങ്ങളുണ്ട്. 1-2 പറഞ്ഞു വിട്ടത്, ബാക്കിയെല്ലാം പറഞ്ഞു. സാമാന്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല, സുലളിതമാണ്. ഏതായാലും വളരെ വളരെ സന്തോഷം. സന്തോഷം സ്വാമിജി. എന്തായാലും അങ്ങ് ഈ അതിവിപുലമായ ദാനം എന്ന വിഷയത്തിന്റെ വൈവിധ്യങ്ങളെ വളരെ ലളിതമാക്കി അതിന്റെ അറിവുകൾ ഞങ്ങളിലേക്ക് പകർന്നു തന്ന സ്വാമിജിയോട് എത്ര വഴിയാലും ഈ നന്ദി പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് സ്വാമിജിയുടെ പാതാരബന്ധങ്ങളിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഏവർക്കും വേണ്ടി ഞാൻ പ്രസാദ് ചൊവ്വല്ലൂർ പൂജാഭരണം ബാച്ച് 3 വിദ്യാർത്ഥി സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയാണ്. പിന്നെ എല്ലാവരോടുമായി ഒരു അഭ്യർത്ഥന, സ്വാമിജി പറഞ്ഞു തന്ന ഈ അറിവ് നമ്മൾ വളരെയധികം മനനം ചെയ്ത് നമ്മുടെ സ്വന്തം കർമ്മപഥത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായ ഒരു വസ്തുത. പിന്നെ എന്തായാലും സമയങ്ങൾ അധികരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എങ്കിലും നേരത്തെ ആശംസാ ഭാഷണം നടത്തിയ നമ്മുടെ അഖില കേരള തന്ത്രി സമാജം കേരള സെക്രട്ടറി പൊടിയൂർ ജയനാരായണൻ അവർക്കും, അതോടൊപ്പം സ്വാഗത പ്രഭാഷണം നടത്തിയ വളരെ നല്ല നമസ്കാരം സ്വാഗത പ്രഭാഷണം നടത്തിയ നമ്മുടെ ശ്രീനിവാസൻ കൂക്കമ്പാറ നമ്പൂതിരിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് സമയം അധികരിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നേരിട്ട് നന്ദി ഭാഷണം ചെയ്യുന്നതിനായിട്ട് അഖില കേരള തന്ത്രി സമാജത്തിന്റെ പൂജാപഠനം പദ്ധതിയുടെ ബാച്ച് 3 വിദ്യാർത്ഥിയായ മനോജ് കാരമണ്ണ നമ്പൂതിരിയെ ഇവിടെ ക്ഷണിക്കുകയാണ്. കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ. അഭിവന്ദ്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ മനോജ് കാരമംഗലം, 3ാം ബാച്ച് പൂജാപഠനം 3ാം ബാച്ച് വിദ്യാർത്ഥിയാണ്. വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന വൈശാഖ മഹാത്മ്യം പാരായണവും അർത്ഥം പറയലും എന്ന പരിപാടിയുടെ 3ാം ദിവസമായ ഇന്ന് മുഖ്യ പ്രഭാഷകനായി എത്തി നമ്മുടെ ഈ വേദി ധന്യമാക്കിയ പൂജനീയ സ്വാമിജി ചിദാനന്ദപുരി, അദ്ദേഹം 3ാം അധ്യായ പാരായണത്തിലൂടെ നമുക്ക് വിവിധ ദാനധർമ്മങ്ങളെ കുറിച്ച് നമുക്ക് വളരെ ലളിതമായി അർത്ഥം പകർന്നു തന്നു. സ്വാമിജിയുടെ നമ്മളോട് പങ്കുവച്ച കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരക്കിനിടയിലും നമുക്ക് വേണ്ടി അല്പം സമയം കണ്ടെത്തി നമ്മളോട് സംബന്ധിച്ച ഈ വേദി ധന്യമാക്കിയ സ്വാമിജിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകത്തിന്റെ പേരിലും ഇന്നത്തെ പരിപാടിയുടെ ചുമതലയുള്ള പൂജാപഠനം 3ാം ബാച്ചിന്റെ പേരിലും തന്ത്രി സമാജം ഉപഘടകങ്ങളായിട്ടുള്ള പൂജാപഠനം ബാച്ചുകൾ, അന്തർജനസഭ, വിചാരസത്രം എന്നീ കൂട്ടായ്മകളുടെ പേരിലുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ ആശംസ പ്രഭാഷണം കൊണ്ട് വേദിയും സദസ്സും ധന്യമാക്കിയ അഖില കേരള തന്ത്രി സമാജം ജനറൽ സെക്രട്ടറി കൂടിയായ ബ്രഹ്മശ്രീ പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് അവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സ്വാഗത ഭാഷണം നടത്തിയ ശ്രീ ശ്രീനിവാസ് കൂക്കമ്പാറ, പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലിയ ശ്രീ വൈശാഖ് ചെറുമുക്ക്, പൂജാപഠനം 3ാം ബാച്ച് കോർഡിനേറ്റർ ശ്രീ പ്രസാദ് ചൊവ്വല്ലൂർ, ഈ പരിപാടിയുടെ ഭംഗിയായ നടത്തിപ്പിന് അണിയറയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ശ്രീരാമൻ എടക്കഴിപ്പുറം, ശ്രീ ഹരി അടിഗമന, ശ്രീ മാധവൻ തൃക്കഴിപ്പുറം, ശ്രീ വംശീകൃഷ്ണൻ തോട്ടത്തിലില്ലം, കൂടാതെ അന്തർജനസഭ, വിചാരസത്രം തുടങ്ങിയ ഗ്രൂപ്പുകളിലുള്ള മറ്റംഗങ്ങൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇന്നത്തെ പരിപാടി
ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള അനേകം സജ്ജനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അഭിവന്യരായ അനേകം വിശിഷ്ട വ്യക്തികൾ ശ്രോതാക്കളായിട്ടുണ്ട്. അവരോട് എല്ലാവരോടുള്ള വ്യക്തിപരമായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഏവരുടെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇന്ന് സമയത്തിന്റെ പരിമിതി മൂലമാണ് നമുക്ക് ചോദ്യോത്തരവേള വെട്ടിച്ചുരുക്കേണ്ടി വന്നത്. അതുകൊണ്ട് അത് എല്ലാവരും അതിന് വിനീതമായി ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇതേ വേദിയിൽ കൃത്യം 8 മണിക്ക് തന്നെ വയപ്രത്തില്ലാത്ത കോഴിക്കോട് ഉള്ള ഡോക്ടർ ഉമ അന്തർജനത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. ആ വേദിയിലേക്ക് എല്ലാവരെയും വളരെ വിനീതമായി ക്ഷണിക്കുന്നു. അതോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം പൂർത്തിയായതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഇതുവരെ ശ്രമിച്ച എല്ലാ ശ്രോതാക്കൾക്കും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വേദി അവസാനിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. മനോജിന് മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ദേവിയുടെ മകനല്ലേ? അതെ, അതെ, ഞാൻ വിളിക്കാം.